പട്ടികവർഗ വിഭാഗങ്ങൾ നേരിടുന്ന നീതി നിഷേധങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഭരണഘടനാപരമായ സംവരണാവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് വിവിധ ഗോത്ര സംഘടനകളുടെ നേതൃത്വത്തിൽ മുരിക്കുംവയലിൽ മഹാസംഗമം സംഘടിപ്പിച്ചു. ബിർസ മുണ്ട നഗറിൽ നടന്ന സംഗമം റിട്ടയേർഡ് SP KV വിജയൻ IPS ഉദ്ഘാടനം ചെയ്തു. കേരള കുറുമ സമാജം സംസ്ഥാന പ്രസിഡന്റ് ബാലൻ പൂതാടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മലയേറിയ മഹാസഭ ജനറൽ സെക്രട്ടറി PK സജീവ് സ്വാഗതം ആശംസിച്ചു. ഇന്നലത്തെ ക്യാബിനറ്റിൽ പുതിയൊരു കോളേജ് അനുവദിച്ചതായിട്ട് ഇങ്ങനെ ക്യാബിനറ്റ് ഡിസിഷനിൽ വായിക്കുകയില്ല. അപ്പോൾ ഈ സ്ഥാപനം എങ്ങനെ ഉണ്ടായി? ഇതൊരു വലിയ പോരാട്ടത്തിന്റെയും മുന്നേറ്റത്തിന്റെയും ചരിത്രമാണ്. വിരലിൽ എണ്ണാവുന്ന കുറച്ച് ഉദ്യോഗസ്ഥരും 700ഓളം വരുന്ന സാധാരണക്കാരായ മനുഷ്യരുടെയും നിക്ഷേപത്തിന്റെ ആകെത്തുകയാണ് ശ്രീ സതീഷ കോളേജും ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജും. അതിൽ സർക്കാരുകൾക്ക് യാതൊരുവിധ പങ്കുമില്ല. അതിന്റെ സാമ്പത്തിക സഹായത്തിൽ ഈ സമയം വരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കോ ത്രിതല പഞ്ചായത്തുകൾക്കോ 1 രൂപ പോലും നൽകി സഹായിക്കുവാനുള്ള മനസ്സ് ഈ സമയം വരെ ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇതിന്റെ യഥാർത്ഥ ചരിത്രം എന്ന് പറയുന്നത്. നാം ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മളെ അവഗണിക്കുന്നു എന്നുള്ള ഒരു വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ വിവിധ ഗോത്ര സമൂഹങ്ങളിൽ ചർച്ച ചെയ്യുകയാണ്. നിരവധിയായ ഉത്തരവുകൾ കൊണ്ടുവന്ന് ഈ സമുദായത്തിന്റെ സംവരണ അവകാശങ്ങൾ ഒന്നൊന്നായി അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നീതിന്യായ കോടതിയിൽ നിന്നുണ്ടായ ക്രീമി ലെയർ വിധി, ആ ക്രീമി ലെയർ വിധി രാജ്യത്തെ SC/ST വിഭാഗങ്ങൾക്ക് ഏർപ്പെടുത്തണമെന്നുള്ള നിർബന്ധം പിടിച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ മുന്നോക്ക സംവരണത്തിൽ ഓരോ 10 നിയമനങ്ങൾക്കകത്തും മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഓരോ നിയമനങ്ങൾ കിട്ടുന്നു. 10% സംവരണമാണ് അവർക്ക് കൊടുക്കുന്നത്. എന്നാൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ സംവരണമാകട്ടെ 44-ാമതും 92-ാമതുമായിട്ട് നിൽക്കുന്നു. ഇത് സംവരണത്തിലെ അശാസ്ത്രീയതയാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിൽ മാറ്റമുണ്ട്. മുൻ GST കമ്മീഷണർ അഡ്വക്കേറ്റ് KR ഗംഗാധരൻ IRS വിഷയാവതരണം നടത്തി. സാമൂഹ്യ പ്രവർത്തകൻ MK സജി ചർച്ചകൾക്ക് നേതൃത്വം നൽകി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പ്രതിനിധികളും പ്രവർത്തകരും പങ്കെടുത്ത സംഗമത്തിൽ K രഘു, TT മനോജ്, KP സുനിൽകുമാർ, രാജൻ അറക്കുളം, സതീഷ് കാളകെട്ടി, ശൈലജ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. അജിത കൊമ്പുകുത്തി നന്ദി രേഖപ്പെടുത്തി. സംവരണാവകാശങ്ങൾ സംരക്ഷിക്കാനും സംവരണ വിരുദ്ധ ശക്തികൾക്കെതിരെ ശക്തമായ പോരാട്ടം തുടരാനും സമ്മേളനത്തിൽ തീരുമാനിച്ചു. കേന്ദ്ര സർവകലാശാലകളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള SC/ST വിഭാഗങ്ങൾക്ക് മാറ്റിവെച്ചിട്ടുള്ള ഒഴിവുകൾ ഉടൻ നികത്തണം. SC/ST വിഭാഗങ്ങളിൽ ക്രിമിലെയർ നടപ്പാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണം. ആന്ധ്ര കർണാടക മാതൃകയിൽ സംവരണ നിയമം കേരളത്തിലും നടപ്പാക്കണം എന്നീ ആവശ്യങ്ങളും സമ്മേളനം മുന്നോട്ട് വച്ചു. ഗോത്ര പാരമ്പര്യം ഉപേക്ഷിച്ചവർ പട്ടികവർഗ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് തടയണം. സ്വകാര്യ മേഖലയിലും സംവരണം ഉറപ്പാക്കണം. ആട്രോസിറ്റി നിയമം കർശനമായി നടപ്പാക്കണം. വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ വർദ്ധിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങളും ഉയർന്നു. സംവരണ വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടം തുടരാൻ സമ്മേളനം തീരുമാനിച്ചു. സംഗമത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 20ഓളം സംഘടനകൾ പങ്കെടുത്തു.